അപ്പോൾ ഇതിലൊന്നും നമ്മൾ അധികം കളർ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ മുളക് പൊടിയൊക്കെ ചെറിയ അളവിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഞാൻ ചെറിയ ഫ്ലെയിമിലൊക്കെ ആക്കി ഒന്ന് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു 3-4 ബാച്ചായിട്ട് ചെറിയ രീതിയിലാണ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എടുത്തതെല്ലാം മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിന് വേണ്ടി അടുത്ത ഒരു സോസ് തയ്യാറാക്കി കൊടുക്കണം. ചിക്കനെല്ലാം മുരിച്ച് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചിക്കനെല്ലാം മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാനിലോട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പാൻ വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കളറുള്ള സോയാ സോസാണ് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം, കളർ കുറഞ്ഞത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചില്ലി സോസാണ്. അതൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അതും ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക.